നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലേക്ക് പറന്നുയർന്ന ഒരു വിമാനം, അതിന് പൊടുന്നനെ ഒരു സാങ്കേതിക തകരാർ. വളരെ വേഗത്തിൽ കരിപ്പൂരിൽ എമർജൻസി ലാൻഡിംഗ്. എന്താണ് സംഭവിച്ചത് എന്നുള്ള ആശങ്കയാണ് ഏവരുടെ ഭാഗത്തു നിന്നും ഉയർന്നു കേട്ടത്. യുഎഇയിൽ നിന്നും കേരളത്തിലേക്ക് യാത്രക്കാരുമായി എത്തിയ വിമാനത്തിനാണ് പെട്ടെന്ന് എന്തോ സാങ്കേതിക തടസ്സം അഭിമുഖീകരിച്ചതിനെ തുടർന്ന് എമർജൻസി ലാൻഡിംഗ് നടത്തേണ്ടി വന്നത്. ദുബായിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. വിമാനത്തിൽ സാങ്കേതിക തകരാർ കണ്ടെത്തി വളരെ വേഗത്തിൽ തന്നെ ഉത്തരവ് നൽകി. അതിനെ തുടർന്ന് ലാൻഡിംഗ് നടത്തുകയും ചെയ്തു. വിമാനത്തിന്റെ ഹൈഡ്രോളിക് പ്രശ്നം കാരണം ലാൻഡിംഗ് ഗിയർ വർക്കാകാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അതിനെ തുടർന്നാണ് പൈലറ്റ് എമർജൻസി ലാൻഡിങ്ങിനുള്ള അഭ്യർത്ഥന നൽകിയതും ലാൻഡിംഗ് സുഗമമാക്കിയതും. ശേഷം എല്ലാ യാത്രക്കാരെയും സുരക്ഷിതരായി പുറത്തിറക്കിയതായി വിമാനത്താവള അധികൃതരും പറഞ്ഞു. കരിപ്പൂരിൽ വിമാനങ്ങളുടെ ലാൻഡിംഗ് ടേക്ക് ഓഫ് സമയത്ത് പക്ഷികളുടെ ശല്യം ഒഴിവാക്കാനും പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ഇതേക്കുറിച്ചുള്ള വാർത്തകൾ നേരത്തെയും പുറത്തു വന്നതാണ്. വിമാനത്തിന്റെ സമീപത്തേക്ക് പക്ഷികൾ എത്തിയാൽ പ്രവർത്തിക്കുന്ന എഞ്ചിന്റെ ശക്തി കാരണം ഇത് പക്ഷികളെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. തുടർന്ന് എഞ്ചിൻ തകരാറിലാവുകയും ചെയ്യും. ഇതോടെയാണ് അപകടങ്ങൾക്ക് സാധ്യത കൂടുതലായി വരുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരത്തെയും അഭിമുഖീകരിച്ചിരുന്നു. ഇതുമൂലമുണ്ടായ അപകടങ്ങളും ഏറെയാണ്. ജനങ്ങളുടെ, യാത്രക്കാരുടെ ജീവന്റെ സുരക്ഷ മുൻനിർത്തി തന്നെയാണ് ഈ ആശങ്ക പരിഹരിക്കാൻ കരിപ്പൂർ വിമാനത്താവളത്തിൽ 25-അംഗ സംഘം ഇതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്നത്. 3 വ്യത്യസ്ത ഷിഫ്റ്റുകളിലായി 24 മണിക്കൂറും ഈ സംഘത്തെ അവിടെ കാണാൻ സാധിക്കും. അവരുടെ പ്രവർത്തനം ഉണ്ടാകാറുണ്ട്. കരാറടിസ്ഥാനത്തിലാണ് വിമാനത്താവള അതോറിറ്റി ഈ ജീവനക്കാർക്ക് ശമ്പളം പോലും നിശ്ചയിച്ചത്. പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും റിഫ്ലക്റ്റിംഗ് കണ്ണാടികൾ ഉപയോഗിച്ചുമാണ് പക്ഷികളെ തുരത്താനുള്ള നീക്കം ഇവർ നടത്തുന്നത്. വിമാനങ്ങൾ പുറപ്പെടുന്നതിനും ഇറങ്ങുന്നതിനും തൊട്ടു മുൻപ് റൺവേ പരിസരവും നിരീക്ഷിച്ച് പക്ഷികളുടെ സാന്നിധ്യം ഇല്ലെന്ന് ഉറപ്പാക്കുക. 2012-ൽ ഷാർജയിലേക്ക് 168 യാത്രക്കാരുമായി പറന്നുയർന്ന വിമാനത്തിന്റെ ചിറകിൽ പക്ഷി കുടുങ്ങിയതിനെ തുടർന്ന് 15 മിനിറ്റുകൾക്ക് ശേഷം എമർജൻസി ലാൻഡിംഗ് നടത്തിയ സംഭവം പോലും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് വിശദമായി ഇതിനുവേണ്ടി മാത്രം പ്രത്യേകമായ ഒരു സംഘത്തെ ഏർപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ചും വളരെ ഗഹനമായി തന്നെ ആലോചിച്ചു തുടങ്ങിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.